പരിപ്പും മുരിങ്ങയ്ക്കാത്തോരനും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ റോസ്റ്റാണ്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി, അതായത് നമ്മൾ വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി, ബീഫ് കറി എന്ത് വെച്ച് നമുക്കിതുപോലെ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ പോകില്ല, കുക്ക് ചെയ്ത ഐറ്റം ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോവുക, ഒരു പൊടിക്കൈ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ ബീഫ് കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു നമ്മുടേതായ കുറച്ച് മസാലയൊക്കെ ചേർത്തൊന്ന് മേക്കപ്പ് ചെയ്യത്തില്ലേ, അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ആ ഫ്രഷ്നെസ് ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു നാടൻ പ്രയോഗം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. കറിവേപ്പില ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നുപോയി. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ കറി ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. നമ്മളിതെല്ലാം ഇനി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളും ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നല്ലതായിരിക്കും കേട്ടോ, നല്ല ഹെൽത്തി ആയിരിക്കും. അതിൻ്റെ ചോറ് വേവുന്നതൊക്കെ ചിക്കൻ പൊരിച്ച ഒരു ചീനച്ചട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ അങ്ങിട്ടെന്നേ ഉള്ളൂ, കഴുകിയില്ല. അത് കാരണമാണ് ഞാനത് അതുപോലെ തന്നെ എടുത്തത്. ചിക്കൻ പൊരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച ഒരു ചട്ടി. അപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വരും. ഇതേപോലെ ഉള്ളി റോസ്റ്റായി വരണേ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട്, ചിക്കനോ ബീഫോ എന്തുവാ നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചാൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനായിട്ട് കണ്ടില്ലേ, ഫ്രിഡ്ജിൽ നല്ല കട്ടിയായിട്ടിരിക്കുന്ന കാരണം ഇളകി വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇതിനും വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേടാവാതെ ഇരുന്നോളും. മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമായിരിക്കും. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച്, ചാറൊക്കെ ഇപ്പം ഫ്രിഡ്ജിൽ ഇരുന്ന് കട്ടിയായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കി ആയതുകൊണ്ട് എരിയും മസാലയൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കിയ അരി മസാലയൊക്കെ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട്. ഇതുപോലെ കുറച്ച് ചാറ് ജ്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഡ്രൈ ആക്കി വെക്കുക, ഞങ്ങൾക്കതാണ് ഇഷ്ടം. ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് റെഡിയാവട്ടെ. അപ്പോൾ ഇങ്ങനെ എടുത്താലും മതി, കുഴപ്പമില്ല. കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 ദിവസം ആയിരിക്കാൻ കറി. അപ്പോൾ ഇതിൻ്റെ പുതുമയൊക്കെ ഫ്രഷ്നെസ് ഒന്നും കുറച്ചൊന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ഇത് വേറെ ലെവലാണ്. ദോശയുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഈ ഒരു ഇതിലങ്ങ് മാറ്റി വയ്ക്കാം. അതല്ല ചോറിൻ്റെ കൂടെ ഡ്രൈ ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റോസ്റ്റാക്കി എടുക്കാം, നമ്മുടെ ഇഷ്ടം. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരണം. അപ്പോൾ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇട്ട് പിന്നെ ഈ സമയത്ത് ഇടാം കേട്ടോ, കറിവേപ്പില ഇടാം. അപ്പോൾ ഞാൻ ഇതിനി ഓഫ് ചെയ്യുവാണ്. ഇത്രയും മതി. അടിപൊളി ചിക്കൻ റോസ്റ്റ്. എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. എന്നാലും ആർക്കെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.